കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിപ്പോൾ ജനുവരി 10 സ്വർഗവാതിൽ ഏകാദശി വൈകുണ്ഠ ഏകാദശി വരികയാണ്. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കറുത്ത വർഷത്തിലും വെളുത്ത വർഷത്തിലുമായിട്ട് 11 ആയിട്ടാണ് ഏകാദശി വരിക. 11ാമതായിട്ട് ധനുമാസത്തിലെ വെളുത്ത വർഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ മോക്ഷത ഏകാദശി എന്നൊക്കെ പറയുന്നത്. അതിൽ ശരിക്കും അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഒരു നടയിലൂടെ പ്രവേശിച്ച് മറ്റൊരു നടയിലൂടെ പുറത്തു വന്നാൽ നമ്മൾ സ്വർഗവാതിൽ കടന്നു എന്നുള്ളതാണ് അതിൻ്റെ കണക്കാക്കുന്നത്. ശരിക്കും ചന്ദ്രവർഷം കണക്കാക്കിയാൽ ഒരു വർഷം 24 ഏകാദശിയും സൂര്യവർഷം കണക്കാക്കുകയാണെങ്കിൽ 26 ഏകാദശിയുണ്ട്. ഏകാദശിയുടെ വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ്. അപ്പോൾ ദശമി ഒരു നേരം അരിയാഹാരം കഴിച്ച് രാത്രി പാലോ പഴോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഏകാദശിയുടെ തുടങ്ങാം. 3 ദിവസത്തെ അതിൻ്റെ തുടക്കം ദശമി നാളിൽ തുടങ്ങാം. ഏകാദശിയിൽ പൂർണ്ണ ഉപവാസമാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. കാരണം കുറച്ച് കടുപ്പത്തിൽ തന്നെ അത് നമുക്ക് ശാരീരിക ക്ഷമത കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. അല്ലാത്ത അവസ്ഥയിൽ ഉള്ള ആളുകൾക്കും എല്ലാം, കാരണം ഏകാദശി എടുക്കേണ്ടത് നിർബന്ധപൂർവം പറഞ്ഞിരിക്കുന്ന പോലെയാണ്. കാരണം അതിൻ്റെ ഒരു ഐതിഹ്യം അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എടുക്കുന്ന ആളുകളൊക്കെ ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം എടുക്കുക. ഇനി അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജലം മാത്രം പാനം ചെയ്യാം. അതുമല്ലെങ്കിൽ പാലോ പഴമോ ഒക്കെ കഴിക്കാം. ഒരിക്കലും ധാന്യങ്ങൾ കഴിക്കരുത്. അന്നത്തെ ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഒക്കെ ദർശനം നടത്തുക. ഈ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് കയറിയിട്ട് മറ്റൊരു ഭാഗത്ത് കൂടെ ഇറങ്ങിയാൽ സ്വർഗവാതിൽ കടന്നതിൻ്റെ ആ ഒരു പുണ്യം നമ്മിലേക്ക് എത്തും. പിറ്റേ ദിവസം ദ്വാദശി പാരണ വീട്ടിയിട്ട് വ്രതം അടക്കാം. കൃഷ്ണപക്ഷ ഏകാദശി എന്ന് പറയുന്ന ഏകാദശി ശരിക്ക് വിധവകളും മുനിമാരും ഒക്കെയാണ് എടുക്കുന്നത്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏകാദശിയൊക്കെയാണ് ഈ പറഞ്ഞ സ്വർഗവാതിൽ ഏകാദശിയും ഒക്കെ. പൂർണ്ണവ്രതം ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. ഇതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രസദസ്സിൽ എല്ലാവരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ ആ സമയത്ത് മുരാരി എന്ന അസുരനും പിതാവും ഇന്ദ്രലോകം പിടിച്ചടക്കി. അപ്പോൾ പിടിച്ചടക്കിയിട്ട് നോക്കുമ്പോൾ പിന്നീട് ഇന്ദ്രന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ സങ്കടവുമായിട്ട് ശിവനെ പോയി കണ്ടു. ശിവനെ കണ്ടപ്പോൾ ഇതിന് പ്രതിവിധി നൽകാൻ തനിക്കാവില്ല, പകരം വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം ഉണർത്തിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവകളെല്ലാം കൂടി വിഷ്ണുവിൻ്റെ അടുത്ത് പോയി വിഷ്ണുവിനോട് കാര്യം പറഞ്ഞപ്പോൾ താൻ തന്നെ, അതായത് തൻ്റെ ഒരു അവതാരം എന്ന് പറയുന്ന പോലെ തൻ്റെ ആ ഒരു ശക്തിയിൽ നിന്നും ഒരു ദേവി, ഏകാദശി ദേവി ഉത്ഭവിച്ചു. അപ്പോൾ ആ ദേവി ആണ് മുരാരിയെ കൊന്നതും മുരാരിയുടെ പിതാവിനെ കൊന്നതൊക്കെ. അങ്ങനെയാണ് ദേവകൾക്ക് വീണ്ടും സ്വർഗലോകം തിരിച്ചു കിട്ടി. അപ്പോൾ അതിൻ്റെ നന്ദി സൂചകമായിട്ട് ദേവകളും വിഷ്ണുവൊക്കെ ഏകാദശിയോട് ചോദിക്കുകയാണ്, എന്താണ് ഭവതിക്ക് വരം വേണ്ടതെന്ന്. അപ്പോൾ ഏകാദശി ദേവി പറഞ്ഞത്, എന്നെ എല്ലാവരും ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ഏകാദശി വ്രതമെടുക്കണം. വർഷത്തിലൊരിക്കലല്ല, ഓരോ മാസത്തിലും വരുന്ന ഏകാദശി വ്രതം എടുക്കണം എന്നാണ് പറഞ്ഞത്.
പക്ഷെ ഒരിക്കലെങ്കിലും എടുക്കണം. എടുക്കാത്തവർക്ക് അതിൻ്റെ ശിക്ഷയും ഉണ്ടാവണം എന്നാ. എടുക്കാൻ കഴിയാത്ത ആളുകളുടെ, തീരെ കഴിയാത്ത ആളുകളുടെ കാര്യം വേറെ. അതല്ലാത്ത നമുക്കൊക്കെ ഏകാദശി എടുക്കാൻ കഴിയുന്ന ആളുകളാവുമ്പോൾ അതെന്തായാലും നിർബന്ധപൂർവം ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്നാണ്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ജനുവരി 10 ആണ് സ്വർഗവാതിൽ ഏകാദശി. അന്നേ ദിവസം ഏകാദശി എടുക്കാൻ തയ്യാറാവുക. പറ്റാവുന്ന തരത്തിലൊക്കെ നാരായണനാമം ജപിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. എല്ലാവർക്കും ആ മഹാവിഷ്ണുവിൻ്റെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കാരണം നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. നമുക്ക് കർമ്മം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കർമ്മങ്ങളെല്ലാം ഈശാർപ്പണമായിട്ട് ചെയ്യുക. കർമ്മങ്ങൾക്കുള്ള ഫലമൊക്കെ എന്താ കിട്ടുകയെന്ന് നമ്മളൊന്നും കൊതിക്കാതെ, കർമ്മഫലങ്ങളിൽ കാക്ഷിയാതെ കർമ്മം ചെയ്യുകയേ വേണ്ടൂ. അതുമാത്രമാണ് നമ്മിൽ അർപ്പിതമായ കർത്തവ്യം. അപ്പം എല്ലാവർക്കും ആ സ്വർഗവാതിൽ ഏകാദശി ആശംസകൾ.